അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് പുളിക്കൽ തറവാടിൻ്റെ ആ വിശാലമായ മുറ്റത്തേക്ക് അതാ ഒരു പോലീസ് ജീപ്പ് കടന്നു വരുന്നു. ഉമ്മയാണ് ആ കാഴ്ച കണ്ടത്. പോലീസോ? ഇങ്ങോട്ടോ? ഇതിപ്പോൾ എന്താ സംഭവം? ഈ പോലീസുകാരെന്താ ഇവിടെ? ഇത് സഫീറിൻ്റെ വീടാണോ? ആ ആ അതെ. എന്തേ? അത് നിങ്ങളുടെ മകനാണോ മിസ്സായത് ഇവിടുന്ന്? എൻ്റെ മകന് മിസ്സാവേ? അവനിവിടെ ഇല്ലല്ലോ. ഓന് എന്തൊരു പഠനത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണല്ലോ. എങ്ങോട്ട്? ഓന് ഈജിപ്തിലേക്കോ എവിടേക്കോ ആണെന്ന് തോന്നുന്നു. ഓഹോ, അപ്പോൾ എത്ര ദിവസമായി? അത് എനിക്ക് ഒരു 3-4 ദിവസമൊക്കെ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മിസ്സായതല്ല അല്ലേ? ഒരു പരാതി കിട്ടിയ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പരാതിയോ? ആരിപ്പോൾ പരാതി തരാനേ? പരാതി തരാൻ ഒന്നും കാണാനില്ലാതായിട്ടൊന്നുമില്ലല്ലോ ഓനെ. ഇങ്ങോട്ട് വരുമല്ലോ. ഓക്കെ. പരാതി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അതിനെ കണ്ടുപിടിക്കണം. ശരിക്കും നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല അല്ലേ? പരാതി തന്ന ആൾ ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. എന്തൊക്കെ തന്നെയാലും അന്വേഷണം ഒന്ന് പൂർത്തിയാക്കണം. നിങ്ങളുടെ വീടൊന്ന് റൈഡ് ചെയ്യണം ആദ്യം. എന്തിനാ സാറേ ഇവിടെ? ഇവിടെ ഇല്ലേ? ഓന് കുറച്ച് ദൂരമൊക്കെ അങ്ങോട്ട് പോയതാണ്. അതിനിപ്പോൾ എന്തിനാ ഇവിടെ വീട് നോക്കുന്നത്? അല്ല, വീടൊന്ന് സെർച്ച് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ കമോൺ പ്ലീസ്. പോലീസുകാർ അത് നേരെ സഫീറിനെ തേടിത്തിരിഞ്ഞ് അതാ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അല്ല സാറേ, നിങ്ങളിപ്പോൾ എന്തൊരു പോക്കാണിത്? ഇത്രയും വലിയൊരു കൊട്ടാരത്തിലേക്ക് നിങ്ങളിത് എന്ത് കരുതിയിട്ട് ഇങ്ങനെ പാഞ്ഞു കയറുന്നത്? തീരെ ഒരു ഉത്തരവാദിത്തമില്ലേ നിങ്ങൾക്ക്? എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വരുന്നത്? അതെ, അതിക്രമിച്ച് കയറുകയല്ല. നിങ്ങളുടെ വീട്ടിലെ മകൻ തന്നെ മിസ്സായിട്ട് നിങ്ങളെന്ത് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്കെന്താ മകനെക്കുറിച്ച് തീരെ എൻ്റെ പൊന്ന് സാറേ, അവനൊക്കെ ഇങ്ങോട്ട് വന്നോളൂ. നിങ്ങൾ ഇറങ്ങിക്കാണേ. ഈ വീട്ടിലേക്ക് അങ്ങനെ അനധികൃതമായി ആരും അങ്ങനെ കയറി വരാറില്ല. എന്നാൽ ഞങ്ങൾക്കിവിടെ അത്യാവശ്യമാണ്. അങ്ങനെ അപ്പോൾ തന്നെ മുകളിലുള്ള റൂമുകളിലും താഴെയുള്ള റൂമുകളിലും എല്ലാം അവർ സെർച്ച് ചെയ്യുന്നു. എന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയില്ല നിങ്ങളെ മകൻ മിസ്സായത്? ഇല്ല സാറേ, മിസ്സാകുകയെ? അതവന് പോയാൽ അങ്ങോട്ട് വരുമല്ലോ. ആര് പറഞ്ഞു മിസ്സായി എന്നുള്ളത്? ഒരിക്കലും ഞങ്ങളെ മോനെ മിസ്സായിട്ടില്ല. ആ ഉമ്മയുടെ പറച്ചിൽ ശരിക്കും പോലീസുകാർക്ക് തന്നെ തോന്നി ഇവർക്ക് മകനുമായിട്ട് ബന്ധം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കാര്യം ഇപ്പോൾ പിടികിട്ടി. എന്തായാലും വേണ്ടിയില്ല. എന്നാൽ ഈ സമയം അതാ ജസീർ വീട്ടിലുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് പോലീസുകാർ വന്നത്. അതെ, എൻ്റെ മകൻ ഇവിടെ ഇല്ല. അപ്പോൾ എത്ര മക്കളും നിങ്ങൾക്ക്? എൻ്റെ ഇവിടെ ഇപ്പോൾ ഉള്ള മകൻ ഇവിടെ ഇല്ല. സഫീർ വല്ലപ്പോഴും വരും പോകും. എനിക്ക് അവനെക്കുറിച്ച് ചിന്തയും കാര്യമില്ല. നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ഇങ്ങനെ റൈഡുമായിട്ട് വന്നിട്ടുള്ളത്? പിന്നെ ഞാൻ കേസ് കൊടുക്കട്ടോ? കേസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ആ മകന് എന്ത് ചെയ്തു അതുകൂടി പറയണം. എന്താ പോലീസ് നിങ്ങളീ പറയുന്നത്? എന്ത് ചെയ്യാൻ? സത്യമായിട്ടും പറയണം, പറഞ്ഞേ മതിയാവൂ. നിങ്ങൾക്കറിയാം നിങ്ങൾ മകൻ എവിടെയാണെന്നുള്ളത്. എന്താ സ്വത്തിൻ്റെ പേരോ സമ്പത്തിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലാണ് നിങ്ങളവനെ ഇവിടെ നിന്ന് ഒഴിവാക്കി വിട്ടിട്ടുള്ളത്? സാറേ, നിങ്ങൾ വേണ്ടാത്തൊന്നും പറയല്ലേ, ചിന്തിക്കല്ലേ. ഞാൻ അതിനെക്കുറിച്ച് വിചാരിച്ചിട്ട് പോലുമില്ല. നിങ്ങളുടെ കളവ് പറയലൊന്ന് നിർത്തി നേരായ രീതിയിൽ നിങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. എന്ത് കാര്യത്തിന്? നിങ്ങൾ പെട്ടെന്ന് വന്ന് ഞാൻ പരാതിയും പരിഭവം ആരോടും പറഞ്ഞിട്ടുമില്ല, പറയാൻ നിൽക്കണമില്ല. എനിക്കിപ്പോൾ പരാതി പറയേണ്ടിയില്ലായിരുന്നു. വേറൊന്നും പണിയില്ല. എന്നാൽ ഈ സമയം അതാ നൂർജഹാൻ അങ്ങോട്ട് കടന്നു വരുന്നു. സർ. നൂർജഹാൻ, പിന്നെ നിങ്ങളുടെ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ ഉമ്മ ഒരിക്കലും ഇത് അംഗീകരിക്കുന്നില്ല. സർ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടുത്തെ മകനാണ് സഫീർ. പക്ഷേ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. തീർച്ചയായും ജസീറിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പും വാലും കിട്ടും. ജസീർ വരാൻ ടൈമാകുന്നുള്ളൂ. സർ, ഞാൻ വിളിക്കാം. അപ്പോൾ തന്നെ അതാ നൂർജഹാൻ വിളിക്കുന്നു ജസീറിനെ. ഹലോ ഇക്ക. എവിടാ? സ്നേഹത്തോടെ ആദ്യമായി അവൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജസീർ ഒരു നിമിഷം വിചാരിച്ചു, അങ്ങനെ വഴിക്ക് വാടി, നിന്നെ ഞാനുണ്ടല്ലോ, അവിടെ നിൽക്ക്, നിനക്കുള്ള. നൂർജഹാൻ്റെ വിളിയിൽ അവനങ്ങ് മയങ്ങിപ്പോയിരുന്നു. എന്നാൽ അവൻ അധികം വൈകാതെ ഓടിയെത്തി. എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെല്ലാം തട്ടിത്തെറിപ്പിച്ചാണ് അവൾ നിൽക്കുന്നത്. ഒരു ദിവസം പോലും എന്നെ തൊടാൻ പോലും നൂർജഹാൻ സമ്മതിച്ചിട്ടില്ല. ജസീർ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ
അതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ടായിരിക്കും. എന്നാൽ നൂർജഹാനെ ആദ്യമൊന്ന് അവളെ ഒന്ന് കീഴ്പ്പെടുത്തണം. പക്ഷേ അവളതിന് സമ്മതിക്കുക, പോയിട്ടൊന്ന് തൊടാൻ പോലും, ശരിക്കൊന്ന് നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ആ രീതിയിൽ കാഠിന്യമേറിയ ഒരു പരിച പോലെയാണ് അവൾ നിൽക്കുന്നത്. എന്തൊക്കെ തന്നെയാലും തീർച്ചയായും ഇന്നവളെ ഒന്ന് പുൽകണം എനിക്ക്. ആ നിമിഷം തന്നെ ജസീർ കേട്ട പാതി കേൾക്കാത്ത പാതി അതാ പുളിക്കൽ തറവാട്ടിലേക്ക് വളരെയധികം സ്പീഡിൽ കടന്നു വരുന്നു. ഒരു നിമിഷം അതാ വീടിൻ്റെ മുറ്റത്ത് കണ്ട ആ ഒരു പോലീസ് ജീപ്പ് കണ്ട് ഒന്ന് ഞെട്ടി. പോലീസോ ഇവിടെ? എന്നാൽ പെട്ടെന്ന് നൂർജഹാൻ, ഇക്ക വരി. എന്താ നൂർജഹാൻ ഇവിടെ പോലീസ്? ഇങ്ങ് വന്നേ നിങ്ങൾ. പോലീസൊക്കെ എന്തിനു വന്നതോ ആർക്കറിയങ്ങൾ വരി. എന്നാൽ അതാ പോലീസ് അപ്പോൾ തന്നെ പറയുന്നു, ഇതാണോ ജസീർ? അതെ സർ, ഇത് ജ്യേഷ്ഠനാണ് ജസീർ, സഫീർ അനിയനാണ്. നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളാരാണ്? നിങ്ങൾ എന്തിനാ വന്നത്? എനിക്കൊന്നും അറിയില്ലല്ലോ. അത് ശരിക്കും നൂർജഹാൻ ഒന്ന് അഭിനയിച്ചു. എന്നാൽ പോലീസ് പറഞ്ഞു, അതെ ഒരു കേസ്, അതായത് ഒരു മിസ്സിങ് കേസാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഈ വീട്ടിലത്തെ ഒരാളെ കാണാനില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളാരും പരാതി തന്നിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ജസീർ പെട്ടെന്ന് പറഞ്ഞു, സാറേ എൻ്റെ അനിയൻ അവന് പഠിക്കാൻ പോയതാണല്ലോ. പഠിക്കാൻ പോയതല്ലോ, പഠിക്കാൻ അങ്ങ് ഈജിപ്തിലേക്കാണ് പോകേണ്ടത്. പക്ഷെ അങ്ങോട്ടൊന്നും പോയതല്ല. പെട്ടെന്ന് കല്യാണ ദിവസം കാണാനില്ലാതായി എന്നൊക്കെയാണ് പരാതി കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇവിടേക്കൊന്ന് ചെക്ക് ചെയ്തു ഞങ്ങൾ ഏകദേശം. സർ, ഇവിടെ ചെക്ക് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? അവൻ ഈജിപ്തിലായിരിക്കും, അല്ലാതെ ഇപ്പോൾ ഇവിടെ എങ്ങനെ? അല്ല, നിങ്ങളോട് മിണ്ടും പരാതിയും ചെയ്യാതാണ് അവൻ പോയത്. അതെ, ഞങ്ങളൊരു മിണ്ടലും പറയലും അതൊന്നുമില്ല. അവൻ തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോവും. ഞങ്ങൾ കുടുംബജീവിതമായിട്ട് ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. പക്ഷേ സഫീർ എന്നുള്ള ആ മനുഷ്യൻ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, അതായത് തികച്ചും ഞങ്ങളോട് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും ഇല്ലാത്ത സംസാരമാണ്, അതുപോലെ തന്നെ പെരുമാറ്റവുമാണ് സഫീറിന്. അതുകൊണ്ട് തന്നെ അവൻ പോയാലും ഇല്ലെങ്കിലും ഞങ്ങൾ അറിയാറുമില്ല, പോവാറുമില്ല. അതുകൊണ്ടാണ് സർ ഞങ്ങൾ അന്വേഷണത്തിന് വിധേയമാക്കാത്തത്. അത് അവൻ തിരിച്ചു വരും, അറിയാം. ഓഹോ, അപ്പോൾ അങ്ങനെയാണല്ലേ. അപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾക്കതിൽ പരാതിയില്ല? പൊന്നു സാറേ, പരാതിപ്പെട്ടിട്ട് എന്തിനാ? അവൻ വരുമല്ലോ, അവൻ തിരിച്ചു വരും. സാർ പോയിക്കോളി. ഓക്കെ, ഞങ്ങൾക്ക് കേസില്ല. ഞാൻ ആരൊക്കെ തന്നെ കേസ് തരാണെങ്കിൽ അത് ക്ലോസ് ചെയ്യാം. ഞങ്ങളുടെ മകൻ എൻ്റെ അനിയനായതുകൊണ്ട് തന്നെ അവൻ ആ ടൈമിനെത്തും. ഓക്കെ, സാർ പോയിക്കോളൂ. എന്നാൽ ജസീറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പോലീസുകാർ തന്നെ പരസ്പരം ഞെട്ടി. എന്നാൽ നൂർജഹാൻ അവരോടൊന്ന് കണ്ണിട്ട് കാണിച്ചു കൊടുത്തു, കക്ഷി ഇവൻ തന്നെ ആയിരിക്കും എന്നുള്ളത്. എന്നാൽ പോലീസുകാർ കൂടുതലൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ വീണ്ടും വരാം, എന്തൊക്കെ തന്നെയായാലും ഞങ്ങൾക്ക് കേസ് കിട്ടിയ പ്രകാരം കണ്ടുപിടിക്കൽ അനിവാര്യമാണ്. നിങ്ങൾക്ക് യാതൊരു അറിവില്ലല്ലോ. എന്താ അറിവ് സാറേ? അവനിങ്ങ് എത്തുവേ. അവന് കിള്ള കുട്ടിയൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അവന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അവൻ തിരിച്ചു വരും, സാറ് പോയിക്കോ. അങ്ങനെ അത് പോലീസ് ജീപ്പ് പോകുന്നു. നൂർജഹാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി, ഇത്രയൊക്കെ ആളുകൾക്ക് അഭിനയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ. എന്നാൽ ജസീർ അന്ന് റൂമിൽ വന്ന് നൂർജഹാനോട്, നൂർജഹാൻ ആരാണ് പരാതി കൊടുത്തത്? അവൻ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നതിന് ആരാണ് പരാതി കൊടുത്തത് അവനെതിരെ? എന്നാൽ അവൾ പറഞ്ഞു, ജസീർ അത് പരാതി കൊടുത്തത് ആരെങ്കിലുമൊക്കെ ആയിരിക്കും, അവനോട് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. കാണാനില്ലാന്ന് പരാതി കൊടുത്തതായിരിക്കും. വീട്ടിലില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ? ഇനിയിപ്പോൾ ആരെങ്കിലും ചതിച്ചതാണെങ്കിലോ? നൂർജഹാൻ അറിയാത്ത രീതിയിൽ പറഞ്ഞു, ആര് ചതിക്കാൻ അവനെയൊക്കെ? ആരും ചതിക്കൂല. ഞാൻ പറഞ്ഞില്ലേ, അവന് വിവാഹത്തിന് നിന്നോട് താല്പര്യമേ ഇല്ല. ആ ഒരു താല്പര്യമില്ലായ്മ കൊണ്ടാണ് അവന് നാട് വിട്ടു പോയത്. ഞാൻ പറഞ്ഞല്ലോ, അവൻ ഈജിപ്തിൽ പോയിരിക്കുന്നുണ്ടാവും. നിന്നോട് വിവാഹ അന്വേഷണത്തിൻ്റെ കാര്യത്തിൻ്റെ സമയത്തൊക്കെ അവൻ എതിർത്തിരുന്നു. എനിക്ക് വേണ്ട കിളവി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ജസീർ കൂട്ടിച്ചേർത്തു. എന്നിട്ട് അങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്താ അവൻ പോയി, അതിനിപ്പോൾ എന്താ കേസ് കൊടുക്കാൻ മാത്രം? ശരിക്കും ജസീറിൻ്റെ ആ കള്ളക്കളികൾ, ആ ഒരു കള്ളക്കഥകൾ കേട്ട് നൂർജഹാനെ ദേഷ്യമാണ് വന്നത്. അയാളുടെ മുഖമടക്കി ഒന്ന് കൊടുക്കാനാണ് തോന്നിയത്. അങ്ങനെ അല്ലേ? ഓക്കെ. അങ്ങനെ ഏതാ അല്പസമയം കഴിഞ്ഞപ്പോൾ കാർ എടുത്തുകൊണ്ട് നൂർജഹാൻ നേരെ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഉമ്മ പറഞ്ഞു, ഒന്ന് ചോദിക്കുക, പറയാം, മിണ്ട്. ഒന്നുമില്ലെങ്കിൽ കെട്ടിയ ഭർത്താവാണല്ലോ, എൻ്റെ കയ്യിന് എല്ലില്ലാതായി പോയടാ. അത് ഇപ്പോൾ തുടങ്ങിയ നാളിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഉമ്മ, ഓള് വിളഞ്ഞ വിത്താണ്, ഓളെ തല്ലണം എങ്കിലേ അവൾക്ക് അതല്ല, അതിൻ്റെ അപ്പുറവും ഓള് ചെയ്യും. ഓൾക്ക് 4 കൊമ്പാണ്. അത് ശരി. അപ്പോൾ പേടിയാണ് പെണ്ണുങ്ങളെ. അതൊക്കെ അമർച്ചൊക്കെ നിർത്തണ്ടേ? നല്ലോണം തല്ലണ്ടേ ഓളെ?
ഇറങ്ങി പോകുമ്പോൾ ആരോട് ചോദിച്ചിട്ട് ഈ പോണു? ഓള് പോയ പോക്ക് ഓളൊരു കാറും ഓളും ഓളെ വീട്ടിൽ നിന്ന് എന്തൊക്കെ മോഡൽ കാറാണ് അവൾ കൊണ്ടുവരണം, മിനി കൂപ്പർ, BMW എന്നൊക്കെ പറഞ്ഞ പല പല കാറും കാര്യങ്ങളും. 1 കോടിൻ്റെ 2 കോടിൻ്റെ ബാപ്പാൻ്റെ ഒരേ ഒരു മോളല്ലേ, ഇഷ്ടം പോലെ പൈസ വാരി അറിയാലോ. ഉമ്മ ഇവിടെ എന്താ കുറവ്? ഇവിടെ ആയിട്ടല്ല, അവൾക്ക് അഹങ്കാരത്തിന് നല്ല ചുട്ട അടി കൊടുക്കണം ജസീറ. ഈ കരുതിക്കോ, ഞാൻ ചുട്ട അടിയും അതിൻ്റെ അപ്പുറമൊക്കെ ഞാൻ കൊടുത്തോണ്ട് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നായിട്ടൊരു തീ കത്തിക്കലേക്കാരം ഒന്നായിട്ട് എടുത്തിട്ട്. അതിനൊന്നും നിൽക്കണ്ട, അമർച്ചക്കും നേർക്കും നിർത്തിയാൽ അനക്ക് നന്ന്. അല്ലാന്നുണ്ടെങ്കിലോ എൻ്റെ കാര്യം പോക്കായിരിക്കും. ഇപ്പം തന്നെ നല്ല രീതിയിൽ അമർത്തി ജീവിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ തലയിൽ കയറി കൊത്തും. നൂർജഹാനെ എൻ്റെ ആങ്ങളൻ്റെ മോളായതുകൊണ്ട് പറയില്ല, വിളഞ്ഞ വിത്താണോള്. ഉമ്മ അതൊക്കെ എനിക്കറിയാം, അവൾക്കുള്ള പണിയും ഞാൻ കൊടുത്തോളാം. എന്നാൽ ഈ സമയം നൂർജഹാന് നേരെ പോയത് റിസ്വാന വക്കീലിൻ്റെ ആ വില്ലയിലേക്കായിരുന്നു. എന്നാൽ വളരെയധികം വിഷമത്തോടെ റിസ്വാന വക്കീൽ ഇരിക്കുകയാണ്. സഫീറിനെ കാണുന്നില്ല. അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണെന്ന് യാതൊരു ഉറപ്പുമില്ല. റബ്ബേ, കൊന്നു കളയാനും മടിക്കില്ല. ആ സൈസ് സാധനങ്ങളാണ്. ഹാദിയയെ ആ രീതിയിലാക്കിയില്ലേ പഠിച്ചോനെ. റബ്ബേ, എന്തിനു വേണ്ടിയായിരുന്നു? വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടായിരുന്നു. സാരല്ല, പഠിച്ചോൻ്റെ വിധിയായിരിക്കും. എന്നാൽ ആയിഷയും ആ പൊന്നുമോൾ ആമിയും ഉമ്മയൊക്കെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവനിങ്ങ് എത്തിക്കോളും മോളെ. എവിടെയാണെന്ന് വെച്ചാൽ വല്യമ്മയെയും അറിയിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ വല്യമ്മയോട് പറഞ്ഞത് എങ്ങോട്ട് പോയതാണെന്നാണ്. ഇപ്പോൾ ഈടെയായി കാണാത്തത് കൊണ്ട് വല്യമ്മ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, മോന് വന്നില്ലല്ലോടി, മോൻ എവിടെ പോയി നിൽക്കുക? ഉമ്മ വന്നോളും. എന്നാൽ ആയിഷ ഉമ്മയെ സമാധാനിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ റിസ്വാൻ വക്കീലിന് ചെറിയ രീതിയിലുള്ള കേസുകളൊക്കെ വാദിക്കാൻ അവൾ പോകുമ്പോൾ ആയിഷയായിരുന്നു വല്യമ്മക്ക് കൂട്ടിനുണ്ടായിരുന്നത്. ആയിഷ വല്യമ്മയെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അത് റിസ്വാൻ വക്കീലിനും വലിയൊരു ആശ്വാസം തന്നെയാണ്. അവൾക്ക് കിട്ടുന്ന ക്യാഷ് കാര്യങ്ങൾ, അവരുടെ ആ ഒരു പ്രോപ്പർട്ടിയിലുള്ള വരുമാനത്തിൻ്റെ തുക റിസ്വാൻ വക്കീലിൻ്റെ അക്കൗണ്ടിലേക്ക് കയറുമ്പോൾ അതിൽ നിന്ന് ആയിഷക്ക് റിസ്വാൻ വക്കീൽ നൽകുക പതിവായി. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു സന്തോഷത്തിന്, കാരണം വല്യമ്മയെ നോക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ അവൾ പലപ്പോഴും വേണ്ട, എനിക്കതൊന്നും വേണ്ട, ഇത് എൻ്റെ ഉമ്മമ്മ തന്നെയല്ലേ, അതായത് എൻ്റെ കുട്ടിയുടെ എൻ്റെ ചോരയെ പ്രസവിക്കാൻ കാരണക്കാരായ ഉമ്മ തന്നെയല്ലേ ഇത്, എനിക്കൊരിക്കലും പ്രതിഫലം ആഗ്രഹിക്കാൻ പാടില്ല. എന്നാൽ അവർ പറയും, ഒരിക്കലും പ്രതിഫലം ആഗ്രഹിക്കുക എന്നതല്ല, അതെ ഒരു സമ്പാദ്യം ഞാൻ തരുന്നത് ഒരു സമ്പാദ്യമായിട്ട് ഒരിക്കലും ചിലവാക്കാനല്ല. ഒരു പക്ഷേ എന്നും ഞാൻ ഉണ്ടാവണമെന്നില്ല, സഫീർ ഉണ്ടാകണമെന്നില്ല. ഒരു പക്ഷേ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയെങ്ങാനും, മനുഷ്യനല്ലേ, വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പറയാൻ പറ്റില്ലല്ലോ. അതെ, ഒരു തുക മാറ്റിവെക്കുക നിനക്ക് വേണ്ടി, നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തീർച്ചയായും അത് മാറ്റിവെക്കണം. പൊന്നു മോളാണ്, അവളെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ നീയല്ലാതെ ഒരു പക്ഷെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തരുന്ന ആ ഒരു ക്യാഷ് നീ അവൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ അത് റിസ്വാൻ വക്കീൽ ആഴ്ചയിലെന്നോണം അവൾക്കുള്ള ഒരു വരുമാന മാർഗമായി അവളുടെ കൈകളിലേക്ക് കൊടുക്കുമായിരുന്നു. പിന്നീട് അക്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അതൊക്കെ സെറ്റാക്കി അതിനുശേഷം അത് അവളുടെ അക്കൗണ്ടിലേക്ക് റിസ്വാൻ വക്കീൽ ഇട്ട് കൊടുക്കും. കാരണം ആ മോളുടെ ഭാവിക്ക് വേണ്ടി. എന്നാൽ അവർ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഒരു മിനി കൂപ്പർ അവരുടെ ആ വില്ല ലക്ഷ്യമാക്കി വരുന്നത്. ആമി സിറ്റൗട്ടിൽ നിൽക്കുകയായിരുന്നു. ഉമ്മി അങ്ങോട്ട് നോക്കിക്കേ, ഒരു മിനി കൂപ്പർ. ആ കുട്ടി സന്തോഷത്തോടു കൂടി അത് പറയുമ്പോൾ റിസ്വാൻ വക്കീൽ ഒന്ന് ആകാംക്ഷയോടെ റോഡിലേക്ക് നോക്കി. മോളെ, അത് അന്ന് വന്ന ഇത്താത്ത. പെട്ടെന്ന് നൂർജഹാനെ കണ്ടപ്പോൾ റിസ്വാൻ വക്കീലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം. അവൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നിറങ്ങി ആ റോഡിനരികിലേക്ക് ചെന്നു. അവർ വണ്ടി അകത്തേക്ക് കയറ്റി. എന്നാൽ വിതുമ്പുന്ന മനസ്സുമായി നിൽക്കുന്ന റിസ്വാൻ വക്കീലിനെ കണ്ടപ്പോൾ നൂർജഹാൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. അവൾ ഓടി വന്നു. മോളെ ഋഷു, നീ വിഷമിക്കണ്ട, നമുക്ക് എല്ലാം റെഡിയാക്കാം. എന്തായി, എന്തെങ്കിലും അറിഞ്ഞോ? വിഷമിക്കല്ലേ, നമുക്ക് കണ്ടുപിടിക്കാന്നേ, നീ വിഷമിക്കല്ലേ. നൂർജഹാൻ അവളെ നെഞ്ചോട് ചേർത്തു ആശ്വസിപ്പിച്ചു. നൂർത്ത, എനിക്ക് സമാധാനമില്ല. വിഷമിക്കണ്ട, പഠിച്ചോനല്ലേ വലുത്,
അതെ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ. എത്ര കാലം എന്ന് വിചാരിച്ച് ജസീർ ഇങ്ങനെ ആളുകളെ ഉപദ്രവിക്കാനും കട്ടുകൊണ്ടു പോകാനും നിൽക്കും? അത് അവസാനിപ്പിക്കണമല്ലോ. അവൻ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. പക്ഷേ അതൊരിക്കലും നേരിട്ട് പറ്റില്ല. അല്പമൊക്കെ ഒരു അവൻ ചെയ്യുന്ന പണി ചതിയിലൂടെ, അതല്ല അവൻ്റെ വിജയം. അതുപോലെ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. അല്ലേ പറ്റില്ല. എന്തായി? പോലീസ് വന്നു. എന്താ അഭിനയം! എൻ്റെ അനിയനെ കാണാനില്ലാഞ്ഞാൽ എനിക്കറിയാലോ, അവൻ ഈജിപ്തിൽ പോയതാണ്. അവൻ്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട, ഒരു അന്വേഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വിട്ടിട്ടുണ്ട്. ഞാൻ പോലീസിനോട് പറഞ്ഞു, അതെ, അവനെ തന്നെ ഫോളോ ചെയ്താൽ മതി, വേറെ ആരും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവൻ്റെ കെയർ ഓഫിലായിരിക്കും. എനിക്ക് 100% ഉറപ്പുണ്ട്. ഇനി പക്ഷേ വല്ല അപകടമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ അങ്ങനെ ചിന്തിക്കല്ലേ. അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. നീ വിഷമിക്കല്ലേ കേട്ടോ. സ്നേഹത്തോടെ തൻ്റെ അനിയത്തിയെ പോലെ നൂർജഹാൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ ആമി വിട്ടുനിന്ന് നോക്കുന്നു. മോളെ, അത് ജസീറിൻ്റെ മോളല്ലേ? വാ മോളിങ്ങ് വന്നേ. മോളുടെ പേരെന്തായിരുന്നു? ആമി. ഓ, നല്ല പേര്, മാഷാ അല്ലാ. നമുക്കിന്ന് ഒരു ടൂറ് പോയല്ലോ മോളെ. ശരിക്കും നൂർജഹാൻ അത് പറഞ്ഞപ്പോൾ ആയിഷ ഭയന്നു. അത് അല്ല ആയിഷ, നീ ഭയക്കണ്ട, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അതെ, അവൾക്ക് അവളുടെ വീട് കാണിച്ചു കൊടുക്കണ്ടേ? കൊട്ടാരം കണക്കെയുള്ള അവൾ ജനിക്കേണ്ടിയിരുന്ന വീട് കാണിച്ചു കൊടുക്കണ്ടേ? അവളുടെ തന്തയുടെ വീട് കാട്ടി കൊടുക്കണ്ടേ? അതെ, അത് വേണം. ആ വീടും പറമ്പും പരിസരവും എല്ലാം കണ്ട് നമ്മൾ ഞെട്ടിപ്പോകും. ആ രീതിയിലാണ്. എന്തൊക്കെ തന്നെയാലും അത് കാണിച്ചു കൊടുക്കുക തന്നെ വേണം. അല്ലാതെ അവൾ ഒരിക്കലും തെരുവിൽ കഴിയേണ്ടവളല്ല മോളെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആമിയെ കൊണ്ടുപോവാണ്. എന്നാൽ ഒരു നിമിഷം റിസ്വാന വക്കീൽ ഞെട്ടി. അത് അവൾക്ക് പ്രയാസമായിരിക്കും. എൻ്റെ റിഷു, നീ ഇത്രമാത്രം പേടിയായാലെങ്ങനെ? മോളെ ആമി, നമുക്ക് പുറത്തുനിന്ന് പോയി വന്നാലോ? എന്നാൽ റിസ്വാന വക്കീൽ ഒന്ന് ഭയന്നു. ആയിഷ, ഇവിടെ വന്നേ. നീ ഒന്നുകൊണ്ട് ഭയക്കണ്ട. കുഞ്ഞിനെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ പുറം ലോകമൊക്കെ ഒന്ന്. അവളുടെ വീടും പരിസരവും അവളുടെ ഉമ്മമ്മയെയും അവളുടെ തന്തയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ വരാം. അതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ അതാ ആമി മോളെ മനമില്ലാ മനസ്സോടു കൂടെ അവർ വിടുന്നു. ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ ഗ്യാരണ്ടി. എന്താ, അങ്ങനെയാണെങ്കിൽ ആയിഷ കൂടെ എൻ്റെ കൂടെ പോരുന്നോ? ജസ്റ്റ് ഒന്ന് നീ കാറിലിരുന്നാൽ മതി. എന്താ, നീ പോരുന്നോ? അത് കേട്ടപ്പോൾ ആയിഷ, അത് ഞാനില്ല. പുളിക്കൽ തറവാടെന്ന് കേൾക്കുമ്പോഴെനിക്ക് പേടിയാണ്. ജസീറിനെ കാണുന്ന എനിക്ക് പേടിയാണ്. അവൻ എന്നെ എന്തെങ്കിലും ചെയ്യും. ഒരു പേടിയും പേടിക്കണ്ട മോളെ, നീ കൂടെ പോര്. നമുക്കെല്ലാവർക്കും കൂടി പോയാലോ? വേണ്ട, റിസ്വാന വക്കീൽ പറഞ്ഞു. ഇപ്പം എനിക്ക് മനസ്സിന് സമാധാനം ഇല്ലാത്തതുകൊണ്ട്. എന്നാ വേണ്ട, ആമിയെ ഞാൻ കൊണ്ടുപോട്ടെ. ആയിഷ, നിനക്ക് പേടിയാണോ ആയിഷു? ഞാൻ പേടിയായിട്ടൊന്നല്ല, എന്തൊക്കെയൊരു എൻ്റെ കുഞ്ഞിന് വല്ലതും. ഒരു പേടിയും പേടിക്കണ്ട. അങ്ങനെ അന്ന് ആമി അവളുടെ കൂടെ ആ മിനി കൂപ്പറിൽ കയറി. ഹായ്, നല്ല വണ്ടി. മോൾക്ക് എന്താ വേണ്ടത്? എല്ലാം ആൻറ്റി വാങ്ങിച്ചു തരാലോ. അങ്ങനെ അവൾ നേരെ കൊണ്ടുപോയത് അവൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, ഡ്രിങ്ക്സ്, കേക്ക്, അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ എല്ലാം മോളെടുത്തോ. എന്തൊക്കെ വേണം മോൾക്ക്? എനിക്ക് ആ പാവ മതി. ഓക്കേ, ഈ പാവ മതിയോ? ഇത് സംസാരിക്കുന്ന പാവയാണോ? ആയിക്കോട്ടെ. അത് ആൻറ്റീൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടാവുമോ? മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എന്തും ഞാൻ മോൾക്ക് തരും കേട്ടോ. മോൾ എന്താ ആവശ്യപ്പെടുന്നത് അതൊക്കെ വാങ്ങിത്തരും. അങ്ങനെ അവർ ഫുഡെല്ലാം വാങ്ങി, സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളും കളിക്കോപ്പുകളും എല്ലാം വാങ്ങി ഒരു 1/4 മണിക്കൂറിനുള്ളിൽ തന്നെ നേരെ വില്ലയിലേക്ക് കൊണ്ടുപോകുന്നു. പെട്ടെന്ന് മിനി കൂപ്പർ തിരിച്ചു വന്നേക്കണ്ട് ഐഷു പറഞ്ഞു. അതെ, അവർ വന്നല്ലോ ഉമ്മച്ചി എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന പോലുള്ള പാവയെ കാണിച്ചു കൊടുത്തു. എൻ്റെ പഠിച്ചോനെ, എന്തൊരു വിലയായിട്ടുണ്ടാവും ഇതിനൊക്കെ. ഇതൊക്കെ എന്തിനാ മോള് ആഗ്രഹമുള്ളത് പലതും പറയുന്നത് വിചാരിച്ചിട്ട് വാങ്ങിക്കൊടുക്കണോ? അതിനെന്താ, ആ മോളെ പുളിക്കൽ തറവാട്ടിൽ വളരേണ്ട പേരക്കുട്ടിയാണ്. അവളുടെ ഇഷ്ടത്തിനൊക്കെയുള്ള സ്വത്തും മുതലും സമ്പത്തും അവളുടേത് അവിടെയുണ്ട് ഇഷ്ടം പോലെ. അതായത് അവളുടെ ബാപ്പയുടേത്. അത് ഈ കുഞ്ഞിനുള്ളതല്ലേ. എന്ത് ഇത്രയും വലിയ കോടീശ്വരിയായിട്ടും എന്താ ഈ കുട്ടി ഇവിടെ പേടിച്ച് വളരേണ്ടവള? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെ അവൾക്കുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഒരുപാട് മിഠായികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ആയിഷയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, ഞാനൊരിക്കലും ഒന്നും വിഷമിക്കണ്ട.
ഇതൊക്കെ കുഞ്ഞിന് അവകാശപ്പെട്ടത് തന്നെയാണ്. ആ എന്തൊക്കെ തന്നെയായാലും ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ പുളിക്കൽ തറവാട്ടിലേക്ക് ഈ പൊന്നുമോളെ കൊണ്ടുപോകുന്നതിനോണ്ട് ആയിഷക്ക് എന്തേ വിരോധമുണ്ടോ? വിരോധമൊന്നുമില്ല. എന്നാൽ എനിക്ക് ഓളെ ബാപ്പ ചിലപ്പോഴേ ഒന്നും വിചാരിക്കണ്ട. അന്നെന്തായാലും ജസീർ നിനക്ക് വേണ്ടി കരഞ്ഞിരുന്നല്ലോ. അന്നാ തള്ള സമ്മതിക്കായിട്ടില്ലേ? എൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു ഒരുത്തിയുണ്ട്. എൻ്റെ അമ്മോ വല്ലാത്തൊരു ശാപമാണ് അവർ. ഒരു പെണ്ണും അതിൻ്റെ അടുത്ത് നിൽക്കൂല. കാരണം മരുമക്കളെ നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ സപ്പോർട്ടാക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ജസീറിനോട് എന്നെ തല്ലാൻ വരെ പറയുന്നതൊക്കെ. നടക്കട്ടെ അവരുടെ ആ ഒരു ഇതൊക്കെ. ആമി പോരണോ? ആമി ഞാൻ ഇത്താത്തയോട് കൂടെ പോട്ടെ? മോളെ നാളെ പോകാം. എന്നാൽ അവൾ പറഞ്ഞു ആയിക്കോട്ടെ നാളെ പോവട്ടെ, നാളെ ഇത്ത നേരത്തെ വരാം. എന്നാൽ അവൾ അത് റിസ്വാൻ വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, വാ നീ കയറ്. അതായത് സഫീറിൻ്റെ കാര്യങ്ങൾ ഒരു പക്ഷേ പോലീസിന് വരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തന്നെ അത് കണ്ടറിഞ്ഞ് അന്വേഷിക്കണം. അതായത് ജസീർ അത്ര നല്ല ആളല്ല, അവന് പലതും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. എന്നാൽ ഈ സമയം റിസ്വാൻ വക്കീൽ പറഞ്ഞു, നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഉമ്മയും അവരൊന്നത് കേൾക്കണ്ട. അവർ കേട്ട് കഴിഞ്ഞാൽ അവർക്കതൊരു പ്രയാസമായിരിക്കും കേട്ടോ. അതല്ലേ നല്ലത്? അങ്ങനെയതാ റിസ്വാൻ വക്കീലും മാറ്റി ഒരുങ്ങി. ഉമ്മ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാട്ടോ. ആയിഷ പോയിട്ട് വരാവേ. ആമി പറഞ്ഞു, മോളിപ്പോൾ പോകണ്ട, ഇനി മോള് കുറച്ച് ഉറങ്ങ്, മോളിപ്പോൾ പോകണ്ട. അങ്ങനെ അത് റിസ്വാൻ വക്കീലും നൂർജഹാനും അവിടെ നിന്ന് ഇറങ്ങുന്നു. എനിക്ക് ഒരു പേടിയും പേടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ ഇത് അന്വേഷിക്കും, കണ്ടുപിടിക്കും. അത് ജസീറിനെ കയ്യോടെ പൊക്കണം. കയ്യോടെ പൊക്കിയിട്ട് അവനെ ലോക്കപ്പിലിട്ട് തല്ലി ചതക്കണം. പഴുപ്പിച്ച കമ്പി കുത്തിക്കയറ്റി സത്യം പറയിപ്പിക്കണം. അതാ വേണ്ടത്. അത്രക്കും ക്രിമിനലായ, അത്രക്കും വിവരദോഷിയായ, അത്രക്കും മോശമായ രീതിയിലുള്ള മനുഷ്യനാണ് ജസീറും അവൻ്റെ ഉമ്മയും ഒക്കെ കണക്ക് തന്നെ. അവർ പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നു നടക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും വിട്ടുകൊടുക്കരുത്, വിട്ടു പോവരുത്. അവന് വെറുതെ വിടരുത് ജസീറിനെ. ഓരോ മനുഷ്യനെയും കൊല്ലാക്കൊല ചെയ്യും. ഓരോ മനുഷ്യനെയും ഇല്ലാതാക്കാൻ അവൻ ഉഷാറാണ്. ഒരിക്കലും അവനെ വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? എൻ്റെ റിസ്വാൻ വക്കീൽ, നീ ഈ കേസ് വാദിക്കണം. അതെ, പരാതി കൊടുക്കും. പക്ഷെ ഒന്നും കിട്ടാതാവുമ്പോൾ ഈ കേസ് നീ വാദിക്കുക തന്നെ വേണം. ഞാനോ? ആ ക്രിമിനലിൻ്റെ കേസ്? അതെ, ആ കേസ് നീ വാദിക്കണം. പക്ഷെ സഫീറിനെ കണ്ടുപിടിക്കണം. അതിനു മുമ്പ് അവൻ എവിടെയാണെങ്കിലും അത് കണ്ടുപിടിച്ചിരിക്കണം. ദൂരത്തൊന്നും ആയിരിക്കില്ല, എവിടേക്കോ അവനൊരു പക്ഷെ പൂട്ടിയിട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് റിസ്വാൻ അതോർത്തു. അതെ, ഒരിക്കൽ എന്നെയും അങ്ങനെ അവൻ പൂട്ടിയിട്ടതാണ്. ശരിക്കും റിസ്വാൻ വക്കീലിനെ അത് ഓർമ്മ വന്നു. നൂർജഹാൻ, എന്താ? അതായത് ആ ഒരു ബൈപ്പാസ് റോഡിൻ്റെ ഒരു ഭാഗത്തൊരു ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗൺ വഴി പോയ ഒരു ചെറിയൊരു ഇടവഴി, അതിന് ഉള്ളിൽ ആരുമില്ലാത്ത ഒരു പ്രവർത്തനരഹിതമായ ഒരു വലിയൊരു റൂം. ആ റൂമിനകത്ത് എന്നെ അവൻ ബന്ധിപ്പിച്ചിരുന്നു. പെട്ടെന്ന് നൂർജഹാൻ, എന്നിട്ട് ഋഷു നീ എന്താ അത് പറയാതിരുന്നത്? നമുക്ക് രണ്ടു പേർക്കും തന്നെ അവിടേക്ക് പോയി നോക്കാം. വക്കീലിൻ്റെ ബുദ്ധിയല്ലേ നിൻ്റേത്? ഒരു പക്ഷേ അവൻ്റെ താവളം, അവനവിടെ ഒരു താവളമുണ്ട്. അവനവിടെ കുറച്ച് കിങ്കരന്മാരുമുണ്ട്. അവർ ഗുണ്ടകളാണ്. നിൻ്റെ വക്കീൽ ബുദ്ധി ഉപയോഗിച്ച് നമുക്കൊന്ന് അറിയാതൊന്ന് പോയി നോക്കിയാലോ? വസ്ത്രം ഒന്ന് മാറ്റി പിടിക്കാം. ഈ ചുരിദാറിലൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെ സംശയിക്കും. അതുകൊണ്ട് പർദ്ദയിടാം, ഹിജാബിടാം, നമുക്കൊന്ന് നോക്കാം. കാരണം ചില സമയത്ത് ജസീറും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ജസീർ ഉണ്ടായിരിക്കും. ഉണ്ടായാൽ പോലും അവൻ നമ്മെ മനസ്സിലാകാൻ പാടില്ല. എന്താ? ശരിക്കും നൂർജഹാൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ബുദ്ധി റിസ്വാൻ വക്കീലിൻ്റെ തലയിൽ മുദിച്ചു. ശരിയാണ്, നമുക്ക് സെർച്ചിങ് ആൾമാറാട്ടത്തിലൂടെ കണ്ടുപിടിക്കണം. പോലീസ് കേസൊക്കെ എവിടെ എത്തും എന്തോ ആവോ, കിട്ടിയാലായി. എന്നാൽ നമുക്ക് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇൻഷാ അല്ലാ, തീർച്ചയായും നമുക്കതിനു വേണ്ടി പുറപ്പെടാം. അങ്ങനെ അത് റിസ്വാൻ വക്കീലിൻ്റെ മനസ്സിൽ തോന്നിപ്പോയി. അപ്പോൾ തന്നെ അതാ നൂർജഹാൻ വണ്ടി വലിയൊരു ഷോപ്പിൻ്റെ മുമ്പിലായിട്ട് നിർത്തുന്നു. എന്താ ഇവിടെ? ഒന്നുമില്ല, ഇങ്ങോട്ട് വാ. ഒരു പർദ്ദ പാലസ്,
ആ പർദ പാലസിൽ കയറി നൂർജഹാനും റിസ്വാൻ വക്കീലും പർദ്ദ സെലക്ട് ചെയ്യുന്നു. അതെ, ഹിജാബ് എടുക്കാൻ മറക്കണ്ട കേട്ടോ, അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ അതാ അവർ പർദ്ദയും ഹിജാബും ധരിച്ച് അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറി ക്യാഷ് കൊടുത്ത് നേരെ കാറിലേക്ക് കയറുന്നു. ഹോ, ഇതാവുമ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലേ. അങ്ങനെ അതാ റിസ്വാൻ വക്കീൽ പറഞ്ഞു കൊടുത്ത ആ ഒരു വഴിപ്രകാരം നൂർജഹാൻ വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. സഫീറിനെ കണ്ടുകിട്ടുമോ? ജസീറിൻ്റെ ഒളിത്താവളത്തിൽ നിന്ന് നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.